കൊട്ടിയൂരിൽ രോഹിണി ആരാധനയും ആലിംഗന പുഷ്പാഞ്ജലിയും നാളെ. വലിയ ഭക്തജന പ്രവാഹമാണ് കൊട്ടിയൂരിൽ പ്രതീക്ഷിക്കുന്നത്. രോഹിണി ആരാധനാ ദിവസം പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ അവസാനത്തേതായ രോഹിണി ആരാധന നാളെ അക്കരെ സന്നിധിയിൽ നടക്കും. സ്വയംഭൂവിനെ ആലിംഗനം ചെയ്ത് കുറുമാത്തൂർ നായിക്കൻ സ്ഥാനികൻ നടത്തുന്ന സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും നാളെ നടക്കും. ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്ക് പെരുമാൾക്ക് പാലമൃതാഭിഷേകവും കളഭാഭിഷേകവും നടത്തും. പഴശ്ശി കോവിലകത്തുനിന്നാണ് ആരാധനയ്ക്ക് വേണ്ട പൂജാദ്രവ്യങ്ങൾ എത്തിക്കുക. ആലിംഗന പുഷ്പാഞ്ജലിക്കും സവിശേഷതയുണ്ട്. വൈശാഖ മഹോത്സവകാലത്ത് വരുന്ന രോഹിണി നക്ഷത്രത്തിൽ തളിപ്പറമ്പിനടുത്തുള്ള കുറുമാത്തൂർ ഇല്ലത്തെ ബ്രാഹ്മണശ്രേഷ്ഠൻ ഭഗവൽ സ്വയംഭൂവിൽ പുഷ്പാഞ്ജലി നടത്തുകയും പുഷ്പാഞ്ജലിക്കൊടുവിൽ ഭഗവാനെ ആലിംഗനം ചെയ്യുന്നതുമായ ചടങ്ങാണിത്. പ്രിയപത്നി സതീദേവിയുടെ ദേഹവിയോഗത്തിൽ കലിതുള്ളി കോപിഷ്ഠനായി മുച്ചൂടും മുടിക്കും എന്ന ഭാവത്തിൽ നിൽക്കുന്ന മഹാദേവന്റെ കോപം ശമിപ്പിക്കുന്നതിനായി വിഷ്ണു ഭഗവാൻ മഹാദേവനെ ആലിംഗനം ചെയ്ത് സാന്ത്വനിപ്പിക്കുന്ന പുരാവൃത്തം പുനരാവിഷ്കരിക്കുന്ന ചടങ്ങുകൂടിയാണിത്. പഞ്ചവാദ്യത്തിന്റെയും ഹരിഗോവിന്ദ മന്ത്രോച്ചാരണത്തിന്റെയും അകമ്പടിയോടുകൂടിയാണ് ചടങ്ങ് നടത്തുന്നത്. രോഹിണി ആരാധന ദിവസം വലിയ ഭക്തജന തിരക്കാണ് കൊട്ടിയൂരിൽ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.